ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഞാനിപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും പാറശാല വഴി തമിഴ്നാട്ടിലേക്ക് പോയതാണ് ഒരു പ്രാവ് വീഡിയോ ചെയ്യാനായിട്ട്. അതായത് കോമർ പ്രാവ് വളർത്തുന്ന ഒരാളെ വീട്ടിൽ അപ്പം പോയിട്ട് വന്ന വഴിക്ക് റോഡ് സൈഡിലൊരു പ്രാവും കൂട് കണ്ട്. അപ്പോൾ ഇതാണ് ആ പ്രാവും കൂട്. കണ്ടിട്ട് നല്ലതായിട്ട് തോന്നി. ഇത് മെയിൻ റോഡ് സൈഡിലാണ് കേട്ടോ, ഉദയംകുളങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അതിൽ അവരെ കോണ്ടാക്ട് നമ്പരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൂട്. ഫ്രണ്ടിലൊരു കോഴിക്കൂട് ലെവലില്ലാതിരിക്കണം. അപ്പോൾ അങ്ങനെ വന്ന വഴിക്ക് ഞാൻ കണ്ടു, നിർത്തി. ഈ പ്രാവൻകൂടിൻ്റെ അളവൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് തരാം. ഇവിടെ ആദ്യം കണ്ടില്ല, ഈ കട അടച്ചിരിക്കുകയാണ്. ഞാൻ ഈ നമ്പറിൽ വിളിച്ച് നോക്കി വിലയൊക്കെ ചോദിക്കാമെന്ന്. അപ്പോൾ പുള്ളി സ്വിച്ച് ഓഫാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കിയപ്പോഴേക്കും ഇവിടെ ഒരു ടാപ്പ് ഇവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഒടിഞ്ഞ ടാപ്പാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ അളവൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ദൂരെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം, കൂടുണ്ടാക്കി നോക്കാം. അപ്പോൾ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ മുകളിൽ ഒന്നും വച്ചിട്ടില്ല അവർ. വല്ല ഓടോ ഷീറ്റ് എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാൻ കണക്കിനാണ് ചെയ്തിരിക്കണം, വീട് പോലെ. ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ വൃത്തിയുണ്ട്. ഇപ്പോൾ മഴ പെയ്തായിരുന്നു, അങ്ങനെ നനഞ്ഞിരിക്കുകയാണ് കൂട്. അപ്പോൾ ഇത് 3 തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ റാക്കിലും 3 ഡോറാണുള്ളത്. ഞാൻ ഡോറൊക്കെ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മിഡിൽ റാക്ക്, ഇത് അപ്പർ റാക്ക്, അങ്ങനെ 3 റാക്കിലായിട്ട് 9 അറയാണുള്ളത്. ഇതാണ് അറ. ചെറിയ സിമ്പിൾ ഡോറ് ഇങ്ങനെ ആയിരിക്കും അറ. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൂട് ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാരണമെന്ന് വെച്ചാൽ, എൻ്റെ കൂട് കണ്ടിട്ട് എല്ലാവരും കൂടെങ്ങനെ ഉണ്ടാക്കണമെന്ന് സ്ഥിരം കമൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റേതായ ഒരു രീതിയിൽ ചുമ്മാ അങ്ങ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരളവൊന്നുമില്ല. ഇതാകുമ്പോൾ ഒരു കൂട് അടിക്കുന്ന ഒരു ആശാരി ചെയ്ത കൂടല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിങ് കാണുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ ഓണർ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പുള്ളിയുടെ നമ്പർ കൊടുത്തിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരും കണ്ടുമില്ല ചോദിച്ചു നോക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, ഫുൾ തടിയാണ്. ഒരു ടാപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അളന്നെടുക്കുക. ഇതൊരു റോഡ് സൈഡിലാണ്. കാലിൽ നിന്നും ഇവിടെയാണ് അതിൻ്റെ ഫിനിഷിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ക്ലിയർ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലെങ്ത് നിങ്ങൾ നോക്കിയെടുക്കുക. സ്വന്തം റോഡ് സൈഡായിപ്പോയി. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഫസ്റ്റ് തടി തുടങ്ങുന്നത്. അതായത് കാലിന് കൊടുത്തിരിക്കുന്ന ലെങ്ത് ഇതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അറ്റം കേട്ടോ. ഇത് 1 എന്നുള്ള റെഡിൽ തുടങ്ങുന്നത്. എനിക്ക് പറഞ്ഞു തരാൻ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ലെങ്ത് മൊത്തം പൊക്കം കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ആ 1 തൊട്ട് ഈ കേജിൻ്റെ മൊത്തം പൊക്കം എന്ന് പറയുന്നത് ഇതാണ് 180 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തുടങ്ങിയിരിക്കുന്ന 30 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അതായത് ഇത് ഒടിഞ്ഞ ഒരു പാർട്ട് ഇവിടെ കിടന്ന് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇതുപോലും പറഞ്ഞുതരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ 30 തുടങ്ങി 180 സെൻറ്റിമീറ്ററിലാണ് ഇത് ഫുൾ പൊക്കം എന്ന് പറയുന്നത്. അതിൽ അപ്പോൾ 30 കുറയ്ക്കുക, 150 സെൻറ്റിമീറ്ററാണ് ഈ കൂടിൻ്റെ പൊക്കം. ഓക്കെ, 150 സെൻറ്റിമീറ്റർ കൂടിൻ്റെ പൊക്കം. വീതി എന്ന് പറയുന്നത് ഇതിൽ 168. 168 നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 138 ഇതിൻ്റെ വീതി കേട്ടോ. ഈ വീതി എന്ന് പറയുന്നത് 138. 72 എന്ന് പറയുമ്പോൾ ഒരു 30 കുറച്ചാൽ 42 സെൻറ്റിമീറ്ററാണ് ഈ പൊക്കം. ഒരറേര പൊക്കം 42 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ഇത് മുതൽ ഇതുവരെ, അല്ലെങ്കിൽ ഇത് മുതൽ ഇതുവരെ ആ പൊക്കം എന്ന് പറയുന്നത് 42 സെൻറ്റിമീറ്ററാണ് കേട്ടോ. വീതി, ഒരറേര വീതി എന്ന് പറയുന്നത് 75
75 സെൻറ്റിമീറ്ററിൽ നിന്ന് 30 കുറച്ച 45 സെൻറ്റിമീറ്ററാണ് വീതി. അതായത് 10, 20, 30, 40 45 സെൻറ്റിമീറ്ററാണ് ഒരു അറയുടെ വീതി. ഓക്കെ, അപ്പോൾ ബേസിക് നിങ്ങൾക്ക് അളവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫുൾ പൊക്കം പറഞ്ഞു, ഫുൾ വീതി പറഞ്ഞു, അതുപോലെ ഒരു അറയുടേതും പറഞ്ഞു. അങ്ങനത്തെ 9 അറ ചേരുന്ന ഒരു കൂടാണിത്. ഒരു ഡോറിൻ്റെ വലിപ്പവും കൂടെ പറയാം. ഒരു ഡോറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററാണ് കേട്ടോ. 12 സെൻറ്റിമീറ്റർ. ഇത് 12 സെൻറ്റിമീറ്ററാണ്. അങ്ങനത്തെ 12 ഡോറാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു തടിയിൽ അവർക്ക് പണിയാൻ പറ്റുന്ന 1/2 ഇഞ്ച് തടിയാണ് അടിച്ചിരിക്കുന്നത്. അതിലിതാ 2 സ്ക്രൂ ഇടുന്ന 2 വിജാവരി വെച്ചിട്ടുള്ള അങ്ങനത്തെ 9 ഡോറാണ് ഇട്ടിരിക്കുന്നത്. സിമ്പിൾ പണിയാണ്. ഇനി ബാക്കിലോട്ടുള്ള തള്ളെന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 48 സെൻറ്റിമീറ്ററാണ് ബാക്കിലോട്ട്. അതായത് ഈ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 48 സെൻറ്റിമീറ്ററാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത്ര എൻ്റെ അവസ്ഥ ഒന്ന് ഊഹിക്കുക. ഞാനിങ്ങനെ റോഡേ പോയപ്പോൾ മെയിൻ റോഡ് എല്ലാവരും നോക്കിക്കൊണ്ട് പോണ് എന്താ സ്ഥിതിയെന്ന്. ഇങ്ങനെ ഞാൻ കിടന്ന് ഒരു റോഡ് സൈഡിൽ ഇരിക്കണം, കോഴിക്കോട് അളന്നുകൊണ്ടിരിക്കണം. കോഴിക്കോടല്ലേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അളന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂടെന്ന് ചോദിക്കണോണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്ഷമിക്കുക തെറ്റുകളുണ്ടെങ്കിൽ. എനിക്ക് അങ്ങനെ പറഞ്ഞുതരാനുള്ള ഒരു സ്ഥിതിയിലല്ലാതെ പോയി. അപ്പോൾ ഇതാണ് കൂട്. അപ്പോൾ ഒരു വീതി, നീളം, ഉയരം എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കഴിവിനനുസരിച്ച് കൂടുണ്ടാക്കി നോക്കുക. ഇനി ആ കൂടിൻ്റെ മുകളിലെ ആ പൊക്കവും കൂടെ പറയാം. 35 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ പൊക്കം കേട്ടോ. ഈ നടുക്കത്തെ തടി അടിച്ചിരിക്കണം. അതിവിടെ മിഡിൽ ഒരു ജസ്റ്റ് പട്ടികയെന്ന് ഇങ്ങനെ മുകളിലോട്ട് അടിച്ചിട്ട് ഇങ്ങനെ കോണായിട്ട് ക്രോസായിട്ട് അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ സൈസ് എന്ന പൊക്കം എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്ററാണ്. ബാക്കി ഈ സൈഡിൽ വരുമ്പോൾ ഇവിടുത്തെ കാല് ഈ താഴേന്ന് വന്നിരിക്കുന്ന കാലിൽ തന്നെ അടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ 1/2 ഇഞ്ച് തടിയാണ്. ഇപ്പോൾ താഴെ മാത്രം ഒരു കട്ടിയുള്ള 4 സൈഡിലും മാത്രം കട്ടിയുള്ള കാല്, 4 കാലേ ഉള്ളൂ. ഇത് വെച്ചിരിക്കുന്ന പ്രാവിന് വന്നിരുന്നിട്ട് കയറാനായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇനി ചെറിയൊരു നെറ്റും ഇതിൽ അടിച്ചിട്ടുണ്ട്. എല്ലാ അറയിലും ഇതാ ഒരു നെറ്റുണ്ട്. അകത്തോട്ട് വന്നപ്പോഴേക്കും ഇതാ പുള്ളി പകുതിയിൽ കിടക്കുന്ന ഒരു കൂടും കൂടെ കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതാ നല്ല സ്ക്വയർ കാല്. പൊക്കമൊക്കെ നേരത്തെ അറിയാമല്ലോ. കാലിൽ നിന്നും ഈ സൈഡ് ഫുൾ 1/2 ഇഞ്ച് തടിയാണ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ 1, 2, 3, 4 അങ്ങനെ 4 പട്ടിക ഇതേ ലെവലിൽ അടിച്ചിരിക്കുകയാണ്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മിഡിൽ കണക്കാക്കി 1 ഇതതിൻ്റെ ഇടയ്ക്കുള്ളത് ആദ്യം അടിച്ചിരിക്കുകയാണ്. ഇവിടെ ആദ്യം അടിച്ചു. ഇവിടെയും പട്ടിക, ഇവിടെയും പട്ടിക. അപ്പോൾ ഇത് ഡോറായിരിക്കും, ഇത് ഡോറായിരിക്കും, ഇതും ഡോറായിരിക്കും. ബാക്കി ഇവിടം തൊട്ട് ഇവിടം വരെ വല, ഇവിടെയും വല. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രെയിം. ബാക്കി അവരടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു കടയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിന്നത്. അപ്പോൾ ഈ കോഴിക്കോട് അതിൻ്റെ ഫ്രണ്ടിലെ ഈ ഇരിക്കുന്ന പ്രാവും കൂടിനെയാണ് പരിചയപ്പെടുത്തിയത്. മഴ നനഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര മഴ പെയ്ത് ഞാൻ ഇത്ര നേരം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഈ ഹൈവേയുടെ സൈഡിലാണ്. തിരുവനന്തപുരത്തുകാർക്കും നെയ്യാറ്റിൻകര ഉള്ളവർക്കും പാറശാല ഉള്ളവർക്കും കാട്ടാക്കടയൊക്കെ ഉള്ളവർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ഈ കൂട് നേരിട്ട് വന്ന് കണ്ട് വില നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിന് പറ്റിയതാണെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു കൂടാണ് കേട്ടോ. കൂട് സ്വന്തമായിട്ട് അടിക്കുക അറിഞ്ഞൂടാത്തവർ. ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്ന മറ്റ് അതർ ജില്ലയിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും വന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് പോക്ക് നടക്കത്തില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ ഈ നമ്പറിൽ വിളിച്ച് നോക്കുകയാണ്. 8138011259. നമ്പർ സ്വിച്ച് ഓഫാണ്. നമ്പർ സ്വിച്ച് ഓഫാണ്. ലാസ്റ്റ് ഒന്നുകൂടെ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുസ്ഥലത്ത് ഒരാൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അവരെ അനുവാദം ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരെന്ത് രീതിയിൽ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. ചിലർ പോസിറ്റീവായിട്ട് എടുക്കും, ചിലർ ആരോട് ചോദിച്ചിട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്തതാണ് എന്നെനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ. ഓക്കെ, താങ്ക് യു. റോഡ് സൈഡിലെ പ്രാവൻകൂട് പരിചയപ്പെടുത്തക്കമാണ് ഈ വീഡിയോ.
അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് വില ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ബൈ.